وعن أبي أمامة صدي بن عجلان الباهلي رضي الله عنه عن النبي صلى الله عليه وسلم قال: ليس شيء أحب إلى الله تعالى من قطرتين وأثرين: قطرة دموع من خشية الله وقطرة دم تهراق في سبيل الله. وأما الأثران فأثر في سبيل الله وأثر في فريضة من فرائض الله تعالى. അബൂ ഉമാമ ബാഹിലി റളിയല്ലാഹു അൻഹു അവർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളും രണ്ട് അടയാളങ്ങളുമുണ്ട്. അതിനേക്കാൾ പ്രിയങ്കരമായ ഒന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടായിരിക്കുകയില്ല. രണ്ട് തുള്ളികളും രണ്ട് അടയാളങ്ങളും. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ തുള്ളി അള്ളാഹുവിൻ്റെ ഭയത്താൽ ഒരു മുഅ്മിനായ മനുഷ്യൻ കരയുകയും അങ്ങനെ കണ്ണിൽ നിന്നും കണ്ണുനീർ പുറപ്പെടുകയും ചെയ്തു, കണ്ണുനീർ വരികയും ചെയ്തു. ആ കണ്ണുനീരിൻ്റെ തുള്ളി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പടച്ചവനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ണുകളെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ ഓർത്ത് കരയാൻ വേണ്ടിയാണ് എന്ന് പ്രസിദ്ധ താബിഈ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അദ്ദേഹം ഒരു ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന ദിവസത്തെ ഓർത്ത് ഞാൻ കരയുകയാണ്. അള്ളാഹു എന്നോട് എന്ത് നിലപാട് സ്വീകരിക്കും എന്ന ഓർമ്മയിൽ കരച്ചിലാണ്. അപ്പോൾ വന്നയാൾ പറഞ്ഞു, നിങ്ങളെ ധാരാളമായി കരയുന്നതായി ഞാൻ കാണുന്നല്ലോ. അപ്പോൾ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കരയാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കണ്ണുകൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്? ചോദിക്കേണ്ട. രണ്ടാമത്തെ തുള്ളി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒലിപ്പിക്കപ്പെട്ട രക്തത്തുള്ളിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവൻ്റെ വഴിയിൽ പോകുമ്പോൾ ഒരു തുള്ളി രക്തം കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പോൾ ശരീരത്തിലെ മുഴുവൻ രക്തവും ഒഴുക്കിക്കളഞ്ഞ ഒരാൾ അള്ളാഹിൻ്റെ വഴിയിൽ ഷഹീദായാലോ എത്ര വലിയ പദവിയായിരിക്കും ഉണ്ടായിരിക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആദ്യത്തെ തുള്ളി രക്തം വീഴുമ്പോൾ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. പിന്നീടുള്ള ഓരോ തുള്ളിക്കും എണ്ണത്തിനനുസരിച്ച് പദവികൾ സ്വർഗത്തിൽ കൊടുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഈ രണ്ട് തുള്ളികളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത്. രണ്ട് അടയാളങ്ങളെക്കുറിച്ചും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ അടയാളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടുന്ന സമയത്തുണ്ടാകുന്ന ശരീരത്തിലെ അടയാളങ്ങളാണ്. യുദ്ധത്തിനാണെങ്കിൽ അതിൻ്റെ പേരിലുണ്ടാകുന്ന അടയാളങ്ങൾ, ബാക്കി പരിശ്രമങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതിനുവേണ്ടി ഉണ്ടാകുന്ന അടയാളങ്ങൾ അള്ളാഹുവിന് വളരെ പ്രിയമാണ്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന നിർവഹിക്കാൻ വേണ്ടി, ഉദാഹരണമായി നമസ്കാരമോ ഹജ്ജോ നോമ്പോ എന്തെങ്കിലും നിർവഹിക്കുന്ന സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന പാടുകളും അടയാളങ്ങളും അള്ളാഹുവിന് വളരെ പ്രിയമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് അടയാളങ്ങളെക്കാൾ അള്ളാഹുവിന് പ്രിയപ്പെട്ട വേറെ അടയാളവും ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്നും അവിടുന്ന് പറയുകയുണ്ടായി. ഈ അടയാളങ്ങൾ ദുനിയാവിൽ വെച്ച് കറുപ്പാണെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് തിളങ്ങുന്നതായിരിക്കുമെന്ന് ഹദീസിൽ വരുന്നുണ്ട്. പ്രകാശം കൊണ്ട് തിളങ്ങുന്ന നിലയിലുള്ള അടയാളങ്ങളായി പടച്ചവൻ്റെ മുമ്പിൽ ഇതിനെ ഹാജരാക്കപ്പെടും. മറ്റുള്ളവരിൽ നിന്നും അവനെ തിരിച്ചറിയാൻ ആ അടയാളം കൊണ്ട് സാധിക്കുമെന്നും ഹദീസിൽ കാണാം. അത്രയും വ്യക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കൈകളും കാലുകളും ഒക്കെ ഉളൂഹിൻ്റെ സമയത്ത് കഴുകുമ്പോൾ കയറ്റി കഴുകണമെന്ന് പറയുകയുണ്ടായി. എൻ്റെ ഉമ്മത്തുകളെ മുൻഗാമികളായ ഉമ്മത്തുകൾ തിരിച്ചറിയപ്പെടുന്നത് ഉളൂഹിൻ്റെ അവയവങ്ങളുടെ വെളുപ്പ് കാരണമായിട്ടാണെന്ന് ഹദീസിലുണ്ട്. നമുക്കൊരു പേര് തന്നെയുണ്ട് അങ്ങനെ ആഖിറത്തിൽ, ഗുർറുൻ മുഹജ്ജലീൻ, കൈകാലുകളും മുഖവും വെളുത്തവർ, മിൻ അസരിൽ ഉളൂഹിൻ്റെ അടയാളം കാരണമായി. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, കൈകാലുകൾ കഴുകുമ്പോൾ പിശുക്ക് കാണിക്കാതെ കയറ്റി കഴുകണം. അത്രയും ഭാഗം റബ്ബിൻ്റെ മുമ്പിൽ പോകുമ്പോൾ തിളങ്ങുന്നതായി വെളുത്തതായി കാണപ്പെടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖബൂലാക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു